RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നതിൽ LDF-ൽ ഭിന്നത രൂക്ഷമാണ്. ADGP-ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI-യും RJD-യും. എന്നാൽ അന്വേഷണം പൂർത്തിയാകാതെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ഭിന്നത രൂക്ഷം തന്നെയാണ്. നേരത്തെ തന്നെ നിലപാട് അറിയിച്ചപ്പോൾ തന്നെ CPI-യും RJD-യും ഒപ്പം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ADGP-യെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇനി എന്താണ് ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള നീക്കം? PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം. അതിനിടയിലാണ് ഈ BJP RSS നേതാക്കളുമായി MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം കൂടി അൻവർ ഉന്നയിച്ചത്. പിന്നാലെ തിരുവനന്തപുരത്തും തൃശ്ശൂരിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് RJD, CPI ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ അജിത് കുമാറിനെതിരെ രൂക്ഷമായി പരസ്യമായി തന്നെ പ്രതികരിച്ചു. പിന്നീട് ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലും സമാനമായ നിലപാട് ഇരു പാർട്ടികളും സ്വീകരിച്ചു. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചതോടെ ഇടതുമുന്നണി കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും CPI ആകട്ടെ RJD ആകട്ടെ MR അജിത് കുമാറിനെ നടപടിയെടുത്തില്ലെങ്കിൽ അത് ഇടതുമുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ് എന്ന ഇടതുമുന്നണി യോഗത്തിൽ ആ നിലപാട് സ്വീകരിച്ചതിനൊപ്പം പുറത്തും പരസ്യ നിലപാടും സമാനമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. RJD യോഗത്തിന് ശേഷം RJD നേതാക്കൾ വർഗീസ് ജോർജ് അടക്കം ഈ വിഷയത്തിൽ തങ്ങൾ സ്വീകരിച്ച നിലപാട് അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ഒന്ന്, ഇപ്പോൾ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ADGP-ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, അതും DGP-യുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ നൽകിയ മറുപടി. പക്ഷേ അതിൽ പാർട്ടിയിലെ ഘടകകക്ഷികൾ തന്നെ, പാർട്ടിയോ അല്ലെങ്കിൽ ഘടകകക്ഷികളോ ഇതിൽ തൃപ്തരാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും നേരത്തെ CPI-യും സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായി ഈ വിഷയത്തിൽ നിലപാടെടുത്തതാണ്. പ്രത്യേകിച്ച് MR അജിത് കുമാറിനെ തള്ളുന്ന രീതിയിൽ സർക്കാരിനൊപ്പമല്ല, ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പമല്ല എന്ന സന്ദേശമാണ് MV ഗോവിന്ദനടക്കം നൽകിയത്. പാർട്ടി സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന തിരിച്ചടി മനസ്സിലാക്കിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരത്തെ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായത്. ഏതായാലും സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. MR അജിത് കുമാറിനെ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം PV അൻവറും ഒപ്പം പ്രതിപക്ഷവും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അതിനൊരു കൃത്യമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഈ വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. റോഷിപാൽ, തങ്ങളുടെ അതൃപ്തി മുഖവിലേക്കെടുക്കാതെ ഇത് മുന്നോട്ട് പോകാനാണ് CPM-ന്റെ തീരുമാനമെങ്കിൽ അത് ഘടകകക്ഷികൾ ഉൾപ്പെടെ അത് കടുത്തൊരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? പൊതുവെ ഇടതുമുന്നണിയിൽ CPI അല്ലെങ്കിൽ RJD അവരെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങളെടുത്ത് പോകുന്നതായിരുന്നു CPM-ന്റെ പതിവ്. നേരത്തെ കാനം രാജേന്ദ്രനുള്ള സമയത്ത് പൂർണ്ണമായും CPM-ന് പിന്തുണ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ബിനോയ് വിശ്വം പരസ്യമായി തന്നെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഇടതുമുന്നണി യോഗത്തിന് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറിയുമായി ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. കൂടിക്കാഴ്ചയിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം പരസ്യമായൊരു പ്രതികരണത്തിന് ബിനോയ് വിശ്വം തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും CPI നേതൃത്വത്തിന് നിലപാടിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. AIYF-ന്റെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം പരസ്യമായി MR അജിത് കുമാറിൻ്റെ വിഷയത്തിൽ നിലപാടെടുത്തതാണ്. അത് സർക്കാരിന്, മുഖ്യമന്ത്രിയുടെ നിലപാടിന് വിരുദ്ധമാണ്. ഏതായാലും ഇത് വലിയ വിവാദമായി ആളിക്കത്തുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. ഇനിയും കൂടുതൽ ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി ഇടതുമുന്നണിയിലും സൃഷ്ടിക്കും. ഇനി RJD-യും CPI-യും അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇടതുമുന്നണിയിൽ സർക്കാർ അംഗീകരിക്കാത്തൊരു പശ്ചാത്തലത്തിൽ മറ്റെന്തെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ എന്നറിയാൻ ഇന്ന് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും CPI യോഗത്തിലെ അത്തരമൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ. കൂടിയാലോചനകൾ CPI നേതൃത്വം നടത്തുന്നുണ്ട്. ഇന്നലെ RJD നേതാക്കൾ കോഴിക്കോടേക്ക് എത്തിയിട്ടുണ്ട്. ശ്രേയാംസ് കുമാറുമായി കൂടിയാലോചിച്ച് RJD-യുടെ നിലപാട് അവർ പരസ്യമായി പ്രഖ്യാപിക്കും. ഏതായാലും ഇടതുമുന്നണിയിലേക്ക് ഈ വിഷയം അത് ഇടതുമുന്നണിയിൽ തന്നെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇനി CPI-യും RJD-യും ഈ പ്രതിസന്ധിയിൽ ഇടതുമുന്നണിയെ കൈവിടുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. വ്യക്തമാണ്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.